നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ഇനി സൗദിക്ക് മുന്നിൽ ഭിക്ഷാപാത്രം നീട്ടിയിട്ട് കാര്യമില്ല. നടുവൊടിഞ്ഞ പാകിസ്ഥാനെ മുൻപത്തെ പോലെ സഹായിക്കാൻ തങ്ങളില്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നു സൗദി അറേബ്യ. സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. കഴിഞ്ഞ വർഷമുണ്ടായ അപ്രതീക്ഷിത പ്രളയമാണ് ആ രാജ്യത്തെ തളർത്തിയത്. പ്രളയം കാരണം പാകിസ്ഥാന്റെ വികസന കുതിപ്പിൽ പകുതി ഇടിവ് സംഭവിച്ചുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. സൗഹൃദ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് സൗദിയുടെ സഹായത്തോടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് തന്നെ. ഇമ്രാൻഖാന്റെ പുതിയ സൈനിക മേധാവി ജനറൽ സയ്യിദ് അസീം മുനീർ സൗദിയിലെത്തി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ കണ്ട് കരഞ്ഞു കാല് പിടിച്ചപ്പോൾ അന്ന് സൗദി ചില ഇളവുകൾ പാകിസ്ഥാന് നൽകിയിരുന്നു. UAEയും സഹായം വാഗ്ദാനം നൽകിയതാണ്. ഇമ്രാൻഖാൻ പുറത്തായി പ്രതിപക്ഷത്തിന്റെ സഖ്യ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ നവാസ് ഷെരീഫിന്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫ് പുതിയ പ്രധാനമന്ത്രിയായി. ഇദ്ദേഹം ഗൾഫ് രാജ്യങ്ങളുമായി ഐക്യത്തോടെ നീങ്ങണമെന്ന അഭിപ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ആദ്യം വിദേശയാത്ര പോയത് തന്നെ സൗദിയിലേക്കായിരുന്നു. പിന്നീട് സൗദി പാകിസ്ഥാനെ കൈയയച്ച് സഹായിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. സഖ്യരാജ്യമായ പാകിസ്ഥാനിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വൻ തുകയാണ് വായ്പയായും സഹായമായും അനുവദിച്ചത്. സൗദി അറേബ്യ നേരത്തെ $300 കോടി വായ്പ പാകിസ്ഥാന് അനുവദിച്ചതാണ്. ഇനിയും സഹായിക്കുമെന്ന് സൗദി ധനമന്ത്രി മുഹമ്മദ് അൽ ജദൂൻ പറയുകയും ചെയ്തിരുന്നു. ചൈനയാണ് സൗദി കഴിഞ്ഞാൽ പാകിസ്ഥാനെ സഹായിക്കുന്ന മറ്റൊരു രാജ്യം. വായ്പയായി ലഭിച്ച തുക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ഇത് ഇരു രാജ്യങ്ങളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ പണപ്പെരുപ്പം കുത്തനെ ഉയരുകയും രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം ഇടിയുകയും ചെയ്തതോടെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയും സഖ്യരാജ്യങ്ങളിലേക്ക് വീണ്ടും സഹായം ചോദിച്ച് സന്ദർശനം നടത്തുകയാണ് ഇപ്പോൾ. ധനസഹായമോ വായ്പയോ നേടുക എന്നതാണ് സന്ദർശനത്തിന്റെ മുഖ്യ ലക്ഷ്യം. എന്നാൽ ഈ അവസരത്തിൽ സൗദി അറേബ്യയിൽ നിന്നും പാകിസ്ഥാന് ലഭിക്കുന്ന സന്ദേശം നിരാശാജനകമാണ്. ഇനി ഇങ്ങോട്ട് വരേണ്ട, വന്നാൽ അത്രയധികം ഒന്നും സഹായം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന നിലപാടാണ് സൗദി എടുത്തിരിക്കുന്നത്. ഇത് പാകിസ്ഥാന് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.